അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ ബാറകൻ ഫീഹി. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബീന മുഹമ്മദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ആദരണീയരായ സത്യവിശ്വാസിനികളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മളൊക്കെ ഏറെ കേട്ട് പരിചയിച്ച ഒരു പദമാണ് വസിയ്യത്ത്. എന്താണ് വസിയ്യത്ത് എന്ന് പറഞ്ഞാൽ? കൽപ്പന, ഉപദേശം എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. മരണത്തിന് മുമ്പ് തൻ്റെ സ്വത്തിൽ നിന്ന് അനന്തരാവകാശികളല്ലാത്ത ആളുകൾക്ക് നൽകണം എന്ന് ഒരു വ്യക്തി കൽപ്പിക്കുന്നതിനാണ് സാങ്കേതികമായി വസിയ്യത്ത് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ഉപ്പ ജീവിച്ചിരിക്കെ മകൻ മരിച്ചാൽ ഈ ഉപ്പയുടെ സ്വത്തിൽ ഈ പേരമക്കൾക്ക് അവകാശമില്ല. അപ്പോൾ ഇവിടെ ഈ വല്ലിപ്പ ചെയ്യേണ്ടത് നിർബന്ധമായും ഈ മക്കൾക്ക് വേണ്ടി വസിയ്യത്ത് ചെയ്യുക എന്നുള്ളത്. അപ്പം ഇങ്ങനെ മരണത്തിന് മുമ്പ് തൻ്റെ സമ്പത്തിൽ നിന്ന് അനന്തരാവകാശികളല്ലാത്ത ആളുകൾക്ക്, അതൊരു പക്ഷേ വ്യക്തികളാകാം, ദീനി സ്ഥാപനങ്ങളാകാം, അവർക്ക് കൊടുക്കണം എന്ന് കൽപ്പിക്കുന്നതിനാണ് സാങ്കേതികമായി വസിയ്യത്ത് എന്ന് പറയുന്നത്. ഇങ്ങനെ വസിയ്യത്ത് ചെയ്യുമ്പോൾ അത് എഴുതി വെക്കണം, അതിന് സാക്ഷികൾ ഉണ്ടാകണം എന്നുള്ളതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നീട് ഈ വിഷയത്തിൽ ഒരു തർക്കമില്ലാതിരിക്കാൻ അതേറെ സഹായിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസിയ്യത്ത് എഴുതി വെക്കാൻ വല്ലതും ഉണ്ടായിട്ട് അത് എഴുതി വെക്കാതെ 2 രാത്രികൾ കഴിഞ്ഞുകൂടുക എന്നുള്ളതൊരു മുസൽമാന് യോജിച്ചതല്ല. ഇപ്പോൾ ഒരു മുസ്ലിമാണോ വസിയ്യത്ത് എഴുതി വെക്കുന്ന വിഷയത്തിൽ കണിശത കാണിക്കണം, അതിൽ അമാന്തം കാണിക്കരുത് എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഈ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ വസിയ്യത്ത് ചെയ്യുമ്പോൾ തൻ്റെ സമ്പത്തിൻ്റെ 1/3 വസിയ്യത്ത് ചെയ്യാൻ അനുമതിയുള്ളത്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു രോഗാതുരനായി കിടന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തെ സന്ദർശിച്ചു. അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ എന്തെങ്കിലും വസിയ്യത്ത് ചെയ്യുന്നുണ്ടോ? അപ്പം അദ്ദേഹം പറഞ്ഞു, ഉണ്ട് അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ എൻ്റെ സമ്പത്ത് മുഴുവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. അപ്പം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മക്കൾക്കൊന്നും ബാക്കി വെക്കുന്നില്ലേ? അപ്പം അദ്ദേഹം പറഞ്ഞു, മക്കളൊക്കെ നന്മകളാൽ ധന്യരാണ്, പിന്നെ എന്തിനാണ് അള്ളാഹുവിൻ്റെ റസൂലെ അവർക്ക് സമ്പത്ത്? അള്ളാഹുവിൻ്റെ റസൂൽ അനുവദിച്ചില്ല. അപ്പം അദ്ദേഹം പകുതി കൊടുക്കട്ടെ എന്ന് ചോദിച്ചു, അതും അനുവദിച്ചില്ല. അവസാനം 1/3 കൊടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അനുവദിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് തന്നെ ധാരാളമാണ്. ഇനി ഇതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മതപരമായ ഉപദേശങ്ങൾക്ക്, കൽപ്പനകൾക്ക് ഒക്കെ വസിയ്യത്ത് എന്ന് പറയും. പരിശുദ്ധ ഖുർആനിൽ പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകിയ ഉപദേശങ്ങൾക്ക്, കൽപ്പനകൾക്കൊക്കെ വസിയ്യത്ത് എന്ന പദം ഉപയോഗിച്ചതായി കാണാം. ഇപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് നൽകുന്ന വസിയ്യത്ത്, അതുപോലെ നമുക്ക് പ്രിയപ്പെട്ട ആളുകൾ നമുക്ക് നൽകുന്ന നല്ല വസിയ്യത്തുകൾ, അത് നമ്മുടെ മാതാപിതാക്കളൊക്കെ നൽകുന്ന വസിയ്യത്തുകൾ അവരുടെ സമ്പത്തുമായി ബന്ധപ്പെട്ടതാണെങ്കിലും, ഇനി അതല്ല ദീനിൻ്റെ ഉപദേശങ്ങളാണെങ്കിലുമൊക്കെ നിർവഹിക്കൽ, അത് പൂർത്തീകരിക്കൽ മക്കളെന്ന നിലയിൽ നമ്മുടെ ബാധ്യതയാണ്. നമ്മളോട് കൽപ്പിക്കുന്ന കാര്യം ദീനിന് എതിരാകാത്ത കാലത്തോളം. മഹാന്മാരായ സ്വഹാബാക്കളുടെ മക്കളൊക്കെ ഈ വിഷയത്തിലേറെ കണിശത പാലിച്ചിരുന്നു. അതിൻ്റെ അടയാളമാണ് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹുവിൻ്റെ ചരിത്രം. അദ്ദേഹം ഒരു യുദ്ധത്തിന് പോകാൻ ഒരുങ്ങാൻ. അപ്പോൾ മോനായ അബ്ദുള്ള റളിയല്ലാഹുവിനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഉപ്പ യുദ്ധത്തിന് പോവുകയാണ്, ഈ യുദ്ധത്തിൽ വധിക്കപ്പെടുമെന്നാണ് മനസ്സ് പറയുന്നത്. അതിലുപ്പാക്ക് വേവലാതിയൊന്നുമില്ല. എന്നാൽ ഉപ്പയെ വേവലാതിപ്പെടുത്തുന്ന കാര്യം വ ഇന്ന മിൻ അക്ബരി ഹമ്മി ലദൈനി, ഉപ്പാക്കുള്ള ഭാരിച്ച കടമാണ്. അതുകൊണ്ട് ഉപ്പ ഈ യുദ്ധത്തിൽ മരിക്കുകയാണെങ്കിൽ ഉപ്പാൻ്റെ കുട്ടി ഉപ്പാൻ്റെ സ്വത്തൊക്കെ വിറ്റിട്ടാണെങ്കിലും കടം വീട്ടണം. അദ്ദേഹം നൽകുന്ന വസിയ്യത്താണത്. ഇങ്ങനെ സുബൈർ അള്ളാഹുവിന് പറയുമ്പോൾ അദ്ദേഹത്തിന് അനന്തരം വിട്ടുപോകാൻ സ്വർണത്തിൻ്റെ, വെള്ളിയുടെ കൂമ്പാരങ്ങളൊന്നുമില്ല. ബസ്റയിലും കൂഫയിലൊക്കെ ഉള്ള കുറച്ച് സ്ഥലങ്ങളാണുള്ളത്. ഇതൊക്കെ വിറ്റാലും തീരുമോ എന്ന് സംശയമുള്ള അത്ര കടവുമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മോനോട് പറയാണ്, യാ ബുനയ്യ, എൻ്റെ പൊന്നു മോനെ, ഇൻ അജസ്തഷ് അൻഹു ഫീ ഷൈഇൻ ഫസ്തഇൻ അലൈഹി മൗല, പാൻ്റെ കടം വിട്ടുന്ന വിഷയത്തിൽ എന്തെങ്കിലും പ്രയാസം നേരിട്ടാൽ നീ എൻ്റെ മൗലയോട് ചോദിച്ചാൽ മതി. മൗല എന്നത് അടിമ ഉടമ സമ്പ്രദായം നിലനിന്നിരുന്ന ആ കാലത്ത് അടിമകൾ തങ്ങളുടെ യജമാനരെ വിളിക്കാൻ ഉപയോഗിച്ചിരുന്ന പേരാണ്. എന്നാൽ സുബൈർ അള്ളാഹുവിന് അടിമയല്ല. എന്നാൽ സുബൈർ അള്ളാഹുവിന് പറയുന്നത്, എൻ്റെ കടം വീട്ടാൻ എന്തെങ്കിലും പ്രയാസം നേരിട്ടാൽ മൗലയോട് ചോദിച്ചാൽ മതി എന്നാണ്. ഈ പറഞ്ഞതിൻ്റെ ആശയം എന്തെന്ന് മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ അബ്ദുള്ള റളിയല്ലാഹു അൻഹു ഉപ്പയോട് ചോദിക്കുകയാണ്, ഉപ്പ,
ആരാണ് മൻ മൗലാക്ക, ആരാണ് നിങ്ങളുടെ മൗല? അപ്പം അതിന് സുബൈർ അള്ളാഹു നൽകിയ മറുപടി അല്ലാഹു നിഅമൽ മൗല വ നിഅമൻ നസീർ, അവൻ എത്ര നല്ല യജമാനൻ, എത്ര നല്ല സഹായി. അങ്ങനെ സുബൈർ അള്ളാഹുനു യുദ്ധത്തിന് പോയി. ആ യുദ്ധത്തിൽ വധിക്കപ്പെട്ടു. തുടർന്ന് അബ്ദുള്ള റളിയല്ലാഹു അൻഹു ഉപ്പയുടെ കടം വീട്ടാനുള്ള പരിശ്രമത്തിലാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് നേരിട്ടാൽ ഉടനെ അദ്ദേഹം പ്രാർത്ഥിക്കും, യാ മൗല സുബൈർ, സുബൈറിൻ്റെ മൗല അള്ളാഹുവേ യഖ്ളി അൻഹു ദൈനഹു, അദ്ദേഹത്തിൻ്റെ കടം വീട്ടാൻ സഹായിക്കണമേ. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രയാസത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു തുറവി കൊടുക്കും. അങ്ങനെ ഈ സ്വത്തൊക്കെ വിറ്റു, പ്രതീക്ഷിച്ചതിനേക്കാളും പൈസ കിട്ടി. കടക്ക് വീട്ടിയിട്ടും ഒരുപാട് പൈസ ബാക്കിയാണ്. അപ്പം അബ്ദുള്ള റളിയല്ലാഹുവിനെ കൂടാതെ വേറെയും മക്കളുണ്ട് സുബൈർ റളിയല്ലാഹുവിന്. അവരൊക്കെ വന്നിട്ട് പറഞ്ഞു, പൻ്റെ കടക്ക് വീട്ടിയല്ലോ, ഇനിയും പൈസ ബാക്കിയാണല്ലോ, അതുകൊണ്ട് ഖസിം ബൈനനാ മീറാസന, നമുക്കിടയിൽ ഇനി ബാക്കിയുള്ളത് അനന്തരം വീതിക്കണം. അപ്പം അബ്ദുള്ള റളിയല്ലാഹു പറഞ്ഞു, ഇല്ല വല്ലാഹി അല്ലാഹു ആണേ ലാ അഖ്സിമു ബൈനക്കും, നിങ്ങൾക്കിടയിൽ ഞാനിത് വീതിക്കുകയില്ല. ഹച്ച ഏതുവരെ? ഹച്ച ഉനാദിയ ബിമൗസിമി 4 സിനീൻ, 4 ഹജ്ജിൻ്റെ സീസണിൽ ഇപ്രകാരം വിളിച്ചു പറയാതെ, 4 ഹജ്ജിൻ്റെ സീസണിൽ ആളുകളൊക്കെ ഒരുമിച്ച് കൂടുന്നിടത്ത് ഇപ്രകാരം വിളിച്ചു പറയാതെ, അലാ മൻ കാന ലഹു അലാ സുബൈരി ദൈനുൻ ഫലിയഅതിന ഫൽനഖ്ലിഹ്, ആർക്കെങ്കിലും സുബൈർ എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ ഇതാ ഇങ്ങോട്ട് വന്നോളൂ, ഇവിടെ അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുള്ളയുണ്ട്, ഞാൻ ആ കടം വിട്ടു. ഇങ്ങനെ 4 ഹജ്ജിൻ്റെ സീസണിൽ ആളുകളൊക്കെ ഒരുമിച്ച് കൂടുന്നിടത്ത് വിളിച്ചു പറയാതെ ഈ സമ്പത്ത് നിങ്ങൾക്കിടയിൽ വീതിക്കുകയില്ല. അങ്ങനെ തുടർന്ന് വന്ന 4 ഹജ്ജിൻ്റെ സീസണിൽ ഇപ്രകാരം വിളിച്ചു പറഞ്ഞിട്ടാണ് ബാക്കി വരുന്ന ആ സമ്പത്ത് അദ്ദേഹം തൻ്റെ കൂടപ്പിറപ്പുകൾക്കിടയിൽ വീതിച്ചത്. അപ്പം തൻ്റെ ഉപ്പ നൽകിയ വസിയ്യത്ത് അത് പൂർത്തീകരിക്കുന്ന വിഷയത്തിൽ അദ്ദേഹം കാണിച്ച കണിശതയാണത്. ഇപ്പം എൻ്റെ നാട്ടിൽ ഈ അടുത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു കുടുംബം വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. അപ്പം അവരോട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്, എന്താണ് അതിൻ്റെ കാരണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ അദ്ദേഹത്തോടും അമ്മയോടും പറഞ്ഞു, നിങ്ങൾ മുസ്ലിം ആകണം. അച്ഛൻ ഇസ്ലാമിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയ ആളാണ്, പക്ഷേ കുടുംബത്തെ ഭയന്ന്, നാട്ടുകാരെ ഭയന്ന് മുസ്ലിം ആകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അച്ഛന് മരിക്കുന്ന സമയത്ത് എൻ്റെയും അമ്മയുടെയും കൈപിടിച്ച് പറഞ്ഞത്, നിങ്ങൾ രണ്ടുപേരും മുസ്ലിം ആകണമെന്ന്. ആ അച്ഛൻ്റെ അന്തിമ വസിയ്യത്താണ് ഞങ്ങളെ ഇസ്ലാമിലെത്തിച്ചത്. അപ്പം നല്ല മക്കൾ മാതാപിതാക്കളുടെ വാക്കിന് വില നൽകുന്നവരാണ്, പ്രത്യേകിച്ചും അവരുടെ മരണസമയത്തൊക്കെ അവർ പറയുന്ന വസിയ്യത്തുകൾക്ക്. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ മാതാപിതാക്കളെക്കാളും നമുക്ക് കടമയും കടപ്പാടുമുള്ള, നമ്മുടെ മാതാപിതാക്കളെക്കാളും അപ്പുറത്ത് നമ്മുടെ ജീവനേക്കാൾ നമ്മൾ സ്നേഹിക്കേണ്ട അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് നൽകിയ വസിയ്യത്തുകളാണെങ്കിലും അത് ഇതിനേക്കാളും പ്രാധാന്യപൂർവ്വം നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴായി പലർക്കും പല തരത്തിലുള്ള വസിയ്യത്തുകൾ നൽകിയിട്ടുണ്ട്. അവയൊക്കെ സ്വഹാബികൾ അങ്ങേയറ്റം പ്രാധാന്യപൂർവ്വം ജീവിതത്തിൽ പകർത്തി. എത്രയോ ഹദീസുകളുടെ അവസാന ഭാഗത്ത് കാണാം ആ സ്വഹാബാക്കളുടെ വാക്കുകൾ, ആ ഹദീസ് ഉദ്ധരിക്കുന്ന സ്വഹാബാക്കളുടെ വാക്കുകൾ. അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് ഈ നന്മ കേട്ടിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ പിന്നെ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. ഇങ്ങനെ പറയാവുന്ന എത്ര നന്മകൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. ഇന്ന ഖുതുബയിൽ നിന്ന് ഇന്ന നന്മ മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. അങ്ങനെ പറയാവുന്ന എത്ര നന്മകൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാവും. എൻ്റെ പരിചയത്തിലുള്ള ഒരു സഹോദരൻ ഒരു നാട്ടിൽ പ്രഭാഷണത്തിന് പോയി. ഇപ്പോൾ രാത്രി നമസ്കാരത്തെക്കുറിച്ചാണ് സംസാരം. അപ്പോൾ ആ കൂട്ടത്തിൽ തഹജ്ജുദിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പിന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ആ നാട്ടിലേക്ക് അവൻ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ വൃദ്ധയായ ഒരു സ്ത്രീ അവൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, മുമ്പ് നിങ്ങൾ വന്നപ്പോൾ തഹജ്ജുദ് നമസ്കാരത്തെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നല്ലോ, അത് കേട്ട് അന്ന് തൊട്ട് ഞാൻ നമസ്കരിക്കാൻ തുടങ്ങിയതാ, ഇതുവരെ അത് ഉപേക്ഷിച്ചിട്ടില്ല. ഒരു ഈമാനുള്ള സാധു സ്ത്രീയുടെ മനസ്സാണത്. ഈ ഒരു മനസ്സാണ് നമുക്കും വേണ്ടത്. അള്ളാഹുവിൻ്റെ റസൂല്, നമ്മൾ നമ്മുടെ ജീവനേക്കാളേറെ, നമ്മുടെ മാതാപിതാക്കളെക്കാളേറെയൊക്കെ സ്നേഹിക്കേണ്ട അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് നൽകുന്ന വസിയ്യത്തുകൾ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് ജീവിതത്തിൽ പകർത്താനുള്ള സന്നദ്ധത നമുക്കുണ്ടാവണം. പ്രിയമുള്ളവരെ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹത്തിൻ്റെ കൈപ്പിടിച്ച് അള്ളാഹുവിൻ്റെ റസൂല് നൽകിയ 5 വസിയ്യത്തുകളെക്കുറിച്ചാണ് ഈ സീരീസിൽ നമ്മൾ പ്രതിപാദിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് പകർത്തുന്ന മുത്തഖീങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.